നിവേദനം നൽകാനെത്തിയ ജനങ്ങളെ അധിക്ഷേപിച്ച് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അജിത് പവാറിന് നിവേദനം സമർപ്പിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തു, എന്നാൽ അതിനർത്ഥം ഞാൻ നിങ്ങളുടെ അടിമയാണ് എന്നല്ല എന്നായിരുന്നു ക്ഷുഭിതനായിക്കൊണ്ട് അജിത് പവാർ പറഞ്ഞത്. ഞായറാഴ്ച ബാരാമതിയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ രൂക്ഷ പരാമർശം. ജനങ്ങൾ തന്നെ അവരുടെ സേവകനാക്കിയോ എന്നും അദ്ദേഹം വേദിയിലുണ്ടായിരുന്നവരോട് ചോദിക്കുന്നുണ്ട്. അജിത് പവാറിന്റെ പരാമർശം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. നേതാക്കളെ അധികാരത്തിലെത്തിക്കുന്നത് ജനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ പറഞ്ഞു. അതുകൊണ്ട് NDA സർക്കാർ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുമെന്നും ബവൻകുലെ കൂട്ടിച്ചേർത്തു. അതേസമയം പ്രതിപക്ഷം അജിത് പവാറിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അജിത് പവാറിന്റെ അഹങ്കാരമാണ് ഇവിടെ വെളിവായിരിക്കുന്നത് എന്ന് NCP വക്താവ് ക്ലൈഡ് ക്രാസ്റ്റോ ആരോപിച്ചു. സ്വന്തം മണ്ഡലമായ ബാരാമതിയിലെ വോട്ടർമാരോട് അജിത്തിന് ഒരു പ്രതിബദ്ധതയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡാമുകളിൽ വെള്ളമില്ല എന്ന വിഷയം ജനങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹം അത്തരമൊരു പരാമർശം നടത്തിയത്. ഇത് ബാരാമതി നിവാസികൾക്ക് മാത്രമല്ല, എല്ലാ മഹായുതി വോട്ടർമാർക്കും നൽകുന്ന സന്ദേശമാണ്. എങ്ങനെയാണ് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ക്ലൈഡ് ക്രാസ്റ്റോ പറഞ്ഞത്. അതേസമയം NCPയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളും ഇതിനിടെ ചർച്ചയാകുന്നുണ്ട്. ശരത് പവാറിന്റെ വിഭാഗവുമായി വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതകൾ അജിത് പവാർ വിഭാഗം തള്ളിക്കളഞ്ഞിരുന്നു. ഇത് പാർട്ടിക്കുള്ളിലെ ഭിന്നത കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. അജിത് പവാറിനൊപ്പമുള്ള നേതാക്കളിൽ ചിലർ ശരത് പവാറിനെയും ഒപ്പം കൂട്ടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ മഹായുതി വിട്ടൊരു നീക്കത്തിനില്ല എന്നാണ് അജിത് പക്ഷത്തിന്റെ നിലപാട്. അടുത്തിടെ സമാപിച്ച മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയാണ് മഹായുതി അധികാരം നിലനിർത്തിയത്. ആകെയുള്ള 288-ൽ 230 സീറ്റുകളും മഹായുതിയാണ് സ്വന്തമാക്കിയത്. അതേസമയം ശരത് പവാറും അജിത് പവാറും അധികം വൈകാതെ ഒന്നിക്കുമെന്ന് പാർട്ടി നേതാവ് പ്രഫുൽ പട്ടേലാണ് ഈ അടുത്ത് പറഞ്ഞത്. ശരത് പവാറിനോട് തങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ടെന്നും അത് തുടരുമെന്നും രാഷ്ട്രീയ ഭിന്നതകൾ കാരണം അവർ വ്യത്യസ്ത രാഷ്ട്രീയ വഴികൾ തിരഞ്ഞെടുത്തുവെന്നും മുതിർന്ന നേതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ശരത് പവാറിനോടും അജിത് പവാറിനോടും അടുപ്പമുള്ള ചിലർ ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ അജിത് പവാർ തന്റെ കഴിവ് തെളിയിച്ചു. അതിനാൽ ശരത് പവാർ തന്റെ രാഷ്ട്രീയ അവകാശി അജിത് പവാറിന് അനുഗ്രഹം നൽകണം. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ കേന്ദ്രത്തിൽ മന്ത്രിയാകും, കേന്ദ്ര രാഷ്ട്രീയത്തിൽ സജീവമാകും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. പ്രഫുൽ പട്ടേലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശരത് പവാറും അജിത് പവാറും ഒരുമിക്കുന്നതിന്റെ സാധ്യതകൾ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ഇടനാഴിയിൽ ചർച്ചയാകുന്നുണ്ട്. അതേസമയം NCPയെ വിമർശിച്ച് ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും രംഗത്ത് വന്നിരുന്നു. കേന്ദ്ര സർക്കാരിൽ മന്ത്രിസ്ഥാനം വേണമെങ്കിൽ ഒന്നുകിൽ NCP 8 ലോക്സഭാ MP മാരെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരുടെ MP മാരെ വേട്ടയാടണം എന്ന നിബന്ധന BJP പ്രഫുൽ പട്ടേലിനും അജിത് പവാറിനും മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP SP-യുടെ 8 ലോക്സഭാ MP മാരെ വേട്ടയാടാനുള്ള ശ്രമത്തിലാണ് പട്ടേൽ. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ സംഭവിക്കില്ല എന്നാണ് റാവത്ത് അവകാശപ്പെട്ടത്.